നന്നായി. മോഹനെങ്കിലും പോകാനും അന്വേഷിക്കാനും തോന്നിയല്ലോ. തിരക്കുകൾക്കിടയിൽ ഞാൻ വിചാരിക്കുന്നതല്ലാതെ നടക്കുന്നില്ല. വന്ന് വന്ന് എനിക്ക് ബിസിനസ്സിൽ മാത്രമായി ശ്രദ്ധ അല്ലേ? നിധി എങ്ങനെ കരുതണുണ്ടാവോ? നിധിക്ക് പക്ഷേ ഞാൻ സ്കൂളിൽ ചെന്നത് അത്ര ഇഷ്ടമായിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞോ അവള്? ഇല്ല. എന്തോ ഈയിടെയായി ഞാൻ ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടമാവുന്നില്ലെന്ന് തോന്നുന്നു. വളരുംതോറും അവൾ എന്നിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്ന പോലെ. ഒരുപക്ഷെ ഞാൻ അവളുടെ സ്വന്തം പപ്പയല്ലാത്തത് കൊണ്ടാവോ? എന്താ മോഹൻ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഏയ്, വെറുതെ തോന്നലാവും ചിലപ്പോ. കുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് എങ്ങനെ അറിയാം? മോഹന് വിഷമായോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ കൈവിട്ടു പോയപ്പോ താനും കുട്ടികളാണ് ആശ്വാസമായത്. സുരേഷിന്റെ മക്കളെ സ്വന്തം മക്കളായിട്ടെ അന്നും ഇന്നും ഞാൻ കരുതിയിട്ടുള്ളൂ. അന്ന് മുതലേ ഞാൻ നിധിയുടെയും കനിയുടെയും നല്ല പപ്പ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. വിശ്വാസമല്ല മോഹൻ, അത് സത്യമല്ലേ? സത്യമാണെന്ന് എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്. അത് മതി, എനിക്കത് മതി അരുന്ധതി. അല്ലെങ്കിൽ ചിലപ്പോ ഇന്ദു മരിച്ചു പോയപ്പോഴുള്ള ആ അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോയെന്ന് വരും. ഒരു മുഴുകുടിയനായി. ഏയ് നോ. നിന്റെ ഏതിഷ്ടത്തിനാ മോളെ പപ്പ എതിര് നിന്നിട്ടുള്ളത്? പിന്നെ നീ എന്തിനാ പപ്പയോട് ഇങ്ങനെ അകലം കാണിക്കുന്നേ? പപ്പ സ്കൂളിൽ വന്നത് നീ പഠിപ്പ് ഉഴപ്പുകയാണെന്നുള്ള വറി കൊണ്ടല്ലേ? എന്നിട്ട് മോൾ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോ പപ്പയ്ക്ക് എന്ത് വിഷമായെന്നോ? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും മക്കൾക്ക് പപ്പയുമായൊരു ഡിസ്റ്റൻസ് ഉണ്ടായാ അത് മമ്മിക്കും പ്രയാസാവും. ആരെയും വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല മോളെ, പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ. മോളൊന്ന് ഓർത്തു നോക്കിയേ. അന്ന് ആ ആക്സിഡന്റ് ഉണ്ടായപ്പോ മമ്മിക്ക് മോളെയും കനിമോളെയെങ്കിലും ബാക്കി കിട്ടി. പപ്പയ്ക്കോ ഇന്ദു ആന്റിയും സച്ചിൻ മോനും ഒരുമിച്ച് നഷ്ടപ്പെട്ടില്ലേ? മോളുടെ ഡാഡിയും പപ്പയും എങ്ങനെയാ ഒരുമിച്ച് ജീവിച്ചെന്ന് കുറച്ചെങ്കിലും മോൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ഒറ്റയ്ക്കായി ആ മനുഷ്യന് ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോ റിലേറ്റീവ്സ് ഒക്കെ അത്ര നിർബന്ധിച്ചിട്ടല്ലേ മമ്മി ഈ അലയൻസിന് സമ്മതിച്ചത്? അതും മോൾക്കറിയാവുന്നതല്ലേ. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തോന്നല്? നോക്കുമോളെ, പപ്പയ്ക്കിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി കൺസിഡറേഷനും സിമ്പതിയും ഒക്കെ ആ മനുഷ്യൻ അർഹിക്കുന്നുണ്ട്. മമ്മിയോടെല്ലാം തുറന്ന് പറയാന്ന് വെച്ചാ ആ ഡബിൾ എല്ലാരും കൊല്ലും, ഉറപ്പാ. അയാള് കൊല്ലാനും മടിയുണ്ടാവില്ല അയാൾക്ക്. മാത്രല്ല അറിയുമ്പോ മമ്മി ആകെ തകർന്നു പോവും. അയാള് പാവാന്ന മമ്മിയുടെ വിചാരം. പക്ഷേ എനിക്കിതെല്ലാം ആരോടെങ്കിലും പറയണം സന്ദീപ്, അല്ലെങ്കിൽ ഭ്രാന്തം പിടിക്കും. അതാ നിന്നോട് പറഞ്ഞത്. എനിക്കറിയാം ഇനി അയാൾ എന്നെ കൂടുതൽ ഉപദ്രവിക്കും. ചിലപ്പോ നശിപ്പിക്കും. ഞാൻ എന്താ ചെയ്യാ സന്ദീപ്? ഞാൻ എന്താ ചെയ്യണ്ട? കൊല്ലണം, കൊല്ലുക വേണ്ട പന്നിയെ. നീ എന്താ പറഞ്ഞത് സന്ദീപ്? അത് നീ പറഞ്ഞത് ശരിയാ. അയാള് ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ അയാളെ കൊല്ലണം. കൊന്നാലോ? ശരിക്കും ഞാൻ അയാള് കൊന്നാലോ സന്ദീപ്?
അയ്യോ എന്താടാ കുത്തി എന്തു കുത്തി? നിധി കുത്തി. കടന്നല് കുത്തി തേനീച്ച കുത്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നിധിയും കുത്താൻ തുടങ്ങിയോ? അത് ചേച്ചി ഉറക്കത്തിൽ പോലും അവനാ പെങ്കൊച്ചിന്റെ വിചാരമാ. മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കോണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കുത്തും. നിധി, പപ്പയെ കൊല്ലാന്ന് നീ പറഞ്ഞത് സീരിയസാ? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ട് പേടിച്ചു. അല്ലാതെ വേറെ വഴിയില്ല സന്ദീപ്. നീ കൊന്ന നീ ജയിലിൽ പോകും നിധി. നിന്റെ ലൈഫ് പോവും. എനിക്കത് ആലോചിക്കാൻ വയ്യ. എനിക്കിഷ്ടമാണ് നിന്നെ, ഭയങ്കര ഇഷ്ടമാണ്. നിനക്കൊന്നും പറ്റാൻ പാടില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സന്ദീപ്? നമുക്ക് വേറൊരാളെ വെച്ച് പപ്പയെ കൊല്ലിച്ചാലോ? വേറൊരാളെ വെച്ചോ? ആ, വാടാ കൊല്ലാളിന്ന് കേട്ടിട്ടില്ലേ? പ്രൊഫഷണൽ കില്ലർ. അതിന് നിനക്ക് വല്ല പ്രൊഫഷണൽ കില്ലറിനെയും പരിചയമുണ്ടോ? ഇല്ല. മാത്രമല്ല പ്രൊഫഷണൽ കില്ലേഴ്സൊക്കെ ഭയങ്കര കാശ് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യും? എനിക്കറിയില്ല. പക്ഷേ ഉറപ്പാ സന്ദീപ്, ഡവലിനെ കൊല്ലണം. അയാളിനി ജീവിച്ചിരിക്കാൻ പാടില്ല. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് മോള് സ്വപ്നം കാണുവാണല്ലേ? സ്വപ്നം കാണേണ്ട പ്രായത്തിൽ സ്വപ്നം കാണണം. പക്ഷേ കാണുന്ന സ്വപ്നങ്ങളൊക്കെ സുന്ദരങ്ങളായിരിക്കണം. അത് മാനുവലങ്ങളുടെ നിർബന്ധ. ഇപ്പൊ എന്ത് സ്വപ്ന മോള് കണ്ടോണ്ടിരുന്നെന്ന് അങ്കിൾ പറയട്ടോ? പേടിക്കണ്ട, അങ്കിൾ ആരോടും പറയില്ല. ആരാ ആരാള്? ഒരു ക്ലൂ തന്നാ മതി, ബാക്കി അങ്കിള് പിടിച്ചോളാം. അങ്ങനെ പോയാ എങ്ങനെയാ? ശല്യപ്പെടുത്താതെ. വേണ്ട വേണ്ട, അങ്കിള് പിണങ്ങി. മോളുടെ ഈ മുഖം അറിയാണ്ടല്ലോ. ദേ, അങ്കിളിന് ഈ നെഞ്ച് കലങ്ങും. ക്ലൂ തന്നില്ലെങ്കിൽ വേണ്ട. ആ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഹെൽപ്പോ അഡ്വൈസോ വേണമെങ്കിൽ ചോദിച്ചോ, തരാം. ഹലോ മൈ ഡാർലിങ്സ്, അനിമലങ്ങളോട്ട് കളിക്കാൻ. മോളെ നീതു, നീ ആ ബാച്ചിക്ക് തന്നേ. നീ എന്റെ ഡാർലിംഗ് അല്ലേടി, നിനക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഇടറി ഷട്ടിൽ. മോളെ ക്ലൂ 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 വേട്ടോ. മാനുവൽ അങ്കിളിനെ കൊണ്ട് ആ ഡബിളിനെ കൊല്ലിച്ചാലോ? അയാളെ പോലെ തന്നെ ബോറനാ ഈ അങ്കിളും. രണ്ടുപേരുടെ ശല്യം അതോടെ തീരും അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പക്ഷേ അയാളെ സമ്മതിക്കോ കൊല്ലാൻ? ആ എലിസബത്ത് ചാക്കോയുടെ മൂത്ത മകളില്ലേ സോഫിയ, MCA പഠിക്കുന്ന കുട്ടി. മിസ്സിസ് ശേഖർ ആ പെൺകുട്ടിയെ കാണും പറ, മുഖക്കുരുവിന്റെ പാട് മാറാനുള്ള നല്ല ഒറിജിനൽ കുങ്കുപ്പൂ എന്റെ കയ്യിലുണ്ടെന്ന് നേരിട്ട് ചോദിച്ചാൽ കൊടുക്കാം. മാനുവലിനെ തന്നെ നേരിട്ട് പറഞ്ഞൂടെ? അതിന് എനിക്ക് വിലക്കല്ലേ? ഫ്ലാറ്റിൽ വെച്ച് സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ വിട്ടോ 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 വിട്ടോ. മോളെ ജിബി, അങ്കിളും വരാടി. ജിബിയെ വിട്ടേക്ക് അങ്കിൾ, ഓടിയാ എത്തില്ല. അല്ല, ആരിത് പുതിയതായിട്ട് ജോ ഇങ്ങനെ വന്നിരിക്കണത്? നന്നായി മോളെ, ഈ പ്രായത്തിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്താലേ ബോഡി ഷേപ്പ് ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്കിൾ ഒരു തവണയെങ്കിലും എന്നെ ജോഗിങ്ങിന് വിളിച്ചോ? ഇതാ അങ്കിൾ എന്നോട് ഇഷ്ടമില്ല എന്ന് പറയുന്നത്. ആര് പറഞ്ഞു? മോളല്ലേ അങ്കിളിനെ മൈൻഡ് ചെയ്യാത്തത്? അത് ആരെങ്കിലും കണ്ട് അതും ഇതും പറയുന്ന പേടിച്ചിട്ടല്ലേ? അങ്കിളിന് ഇവിടെ നല്ല ഇമേജ് ആണല്ലോ. പിന്നെ ഈ ആന്റിമാരുടെ കൂടെയുള്ള നടപ്പ് വേണ്ട കേട്ടോ. യു ആർ സോ യങ്.
ഒരു ഒഴിവ് ദിവസം കിട്ടിയിട്ട് എന്റെ സമയം മുഴുവൻ കളയാൻ. ദേ അങ്കിളെ, എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇതൊക്കെ സ്വന്തം ഫ്ലാറ്റിലായിക്കൂടെ? അതിനവിടെ ഒരുത്തനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ലേ? പരീക്ഷണങ്ങൾ നിന്റെ അടുത്താവുമ്പോ ഒരു സുഖല്ലേ ശാലിനി? അതെ അതെ, ഇവിടെ കയറി ഇറങ്ങിയുള്ള ഈ സ്വാതന്ത്ര്യമെടുപ്പ് കുറെ കൂടുന്നുണ്ട്. ഇനി ഇതെങ്ങനെ അസോസിയേഷൻകാർ കണ്ട എന്താ ഉണ്ടാവാന്നറിയാലോ. ഒന്നാമത് ഞാൻ ഡൈവോഴ്സായി ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇയാളാണെങ്കിൽ ഇങ്ങനെ. നമ്മൾ തമ്മിൽ അരുതാത്തൊന്നുമില്ലെന്ന് എനിക്ക് നെറ്റിലൊട്ടിച്ച് നടക്കാൻ പറ്റുമോ? ആരുടെയെങ്കിലും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം നിനക്ക് ജീവിക്കാൻ. പോവാൻ പറ. കൂടി വന്നാൽ അവര് നിന്നെ നിന്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കും, എന്നെ എന്റെ ഫ്ലാറ്റിൽ നിന്ന്. അപ്പോ നമുക്ക് രണ്ടുപേർക്കും 2 ഫ്ലാറ്റ് വേണ്ട, 1 മതിയെന്ന് തീരുമാനിച്ച് ഒരുമിച്ചങ്ങ് നീങ്ങാം. എന്താ? കിട്ടൂട്ടുണ്ടെന്ന്? നീ വെറും ഒരു പേടിച്ചു തോറി പെണ്ണ. അത് പിന്നെ ഇയാളെ പോലെ എനിക്ക് പറ്റുമോ? നീ മാത്രല്ല, അടിസ്ഥാനപരമായ എല്ലാ സ്ത്രീകളും പേടിച്ചോറികളാ. അയ്യോ, ആരോ വന്നു. ദേ പേടി. വരുന്നവര് വരട്ടെ, അവരെ നമുക്ക് സൽക്കരിക്കാം. ചിക്കൻ 5 മിനിറ്റിനുള്ളിൽ റെഡി. എവിടെയെങ്കിലും പോയി ഒളിച്ചേ, എന്നെ മാനം കെടുത്തല്ലേ. നീ ധൈര്യമായിട്ട് പറ, ഞാൻ നിന്റെ ജാരനാണെന്ന്. കൊല്ലും ഞാൻ. ആ മുറിയിലെങ്കിലും പോയി ഒളിക്കേ. വാ മോനെ, വാ. എന്താ ഗീവർഗീസേ? ഇങ്ങോട്ട് എഴുന്നള്ളിട്ടുണ്ടോ? ആര്? നമ്മുടെ രോമാഞ്ചം. വാ, ഇവിടെ ഉണ്ട്. ആ പോര് പോര്, ഞാൻ കണ്ടിട്ടില്ല. നീ കരുതുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനൊന്നും കരുതിയില്ലോ. ഓ, ഒരു പുണ്യാളൻ. ദേ ഗീവർഗീസേ, ഞാൻ നിരപരാധിയാണ് കേട്ടോ. അത് പിന്നെ ചേച്ചീനെ എനിക്ക് അറിഞ്ഞൂടെ? നിന്നോട് ആരാ പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ? അവിടെ ഒരാൾ വന്ന് കാത്തിരിപ്പുണ്ട്. അതാരാ?